ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ലക്ഷ്മിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. പക്ഷെ എല്ലാ കാര്യങ്ങളും പറയാൻ കഴിഞ്ഞില്ല. സമയ ദൗർലഭ്യം അവിടെ ഒരു വില്ലനായിട്ട് വന്നു ചേർന്നു. അതുകൊണ്ട് ഇന്ന് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ലക്ഷ്മിയെയും കൂട്ടി ഞാൻ എത്തുകയാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭീമാലക്ഷ്മി LICയുടെ സ്ത്രീകൾക്ക് മാത്രമായുള്ള പോളിസി. ലക്ഷ്മി ഒരു അക്ഷയപാത്രമാണ്. അവിടെ എത്ര പണം നിങ്ങൾ എടുത്താലും പിന്നെയും ആ പണം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് അതിജീവന ആനുകൂല്യങ്ങൾ 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസിക്ക് 2 വർഷം കൂടുമ്പോൾ 75,000 രൂപയാണ്. അത് 25 വർഷത്തെ ഒരു പോളിസി കാലാവധിയിൽ നിങ്ങൾക്ക് 12 പ്രാവശ്യമാണ് ഈ അതിജീവന ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 9 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ 10 ലക്ഷം രൂപയുടെ അടിസ്ഥാന പോളിസി തുകയിൽ നിന്ന് 9 ലക്ഷം രൂപ നിങ്ങൾക്ക് നേരത്തെ പരിപൂർണമായും തന്നു കഴിഞ്ഞു. അപ്പോൾ സാമ്പ്രദായിക ഇൻഷുറൻസ് സങ്കല്പങ്ങൾ അനുസരിച്ച് ഒരു മണി ബാക്ക് പോളിസിയിൽ അതിജീവന ആനുകൂല്യങ്ങൾ കാലാവധി കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ പോളിസി തുകയിൽ നിന്ന് കിഴിക്കുകയാണ് ചെയ്യുക. അങ്ങനെ കിഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലാവധി കഴിഞ്ഞ് ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ മാത്രമേ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ LIC പറയുകയാണ്, നിങ്ങൾ ഈ 75,000 രൂപ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, അടിച്ചു പൊളിച്ചോളൂ, പുട്ടടിച്ചോളൂ, എന്തായാലും കുഴപ്പമില്ല. ഈ തുകയിന്മേൽ യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല. ഞങ്ങൾ ഈ തുക ഒരിക്കലും തിരിച്ചു ചോദിക്കുകയില്ല. കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് തരുന്ന 10 ലക്ഷം രൂപയിൽ നിന്ന് ഈ 9 ലക്ഷം കിഴിക്കില്ല. കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അക്ഷയപാത്രം 10 ലക്ഷം രൂപയായി തന്നെ വീണ്ടും നിറഞ്ഞ് വന്നിട്ടുണ്ടാകും. 10 ലക്ഷം തന്നെ നിങ്ങൾക്ക് കാലാവധി കഴിയുമ്പോൾ കിട്ടും. ഇനി അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് അഡീഷനുമുണ്ട്. ഗ്യാരണ്ടീഡ് അഡീഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം അടയ്ക്കുന്ന ആ തുകയുടെ അല്ലെങ്കിൽ പ്രീമിയം തുകയുടെ 7% ഗ്യാരണ്ടീഡ് അഡീഷൻ. ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ 25 വർഷത്തെ പോളിസിക്ക് നിങ്ങൾ ആകെ 7 വർഷമാണ് പ്രീമിയം അടച്ചതെങ്കിൽ ന്യായമായും 7 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻ അല്ലേ നിങ്ങൾക്ക് അർഹതയുള്ളൂ. അവിടെയും ഈ സാമ്പ്രദായിക ഇൻഷുറൻസ് നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ആനുകൂല്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. മറ്റു പോളിസികൾക്കൊന്നും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളില്ല. പുരുഷന്മാരെടുക്കുന്ന പോളിസികൾക്കൊന്നും ഈ ആനുകൂല്യമില്ല. അപ്പോൾ 25 വർഷത്തെ ഒരു പോളിസിയിൽ നിങ്ങൾ 7 വർഷം മാത്രമേ പ്രീമിയം അടച്ചുള്ളൂ, അല്ലെങ്കിൽ ആ കാലാവധിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുള്ളത് LIC ഒരിക്കലും കണക്കിലെടുക്കുന്നില്ല. നിങ്ങൾക്ക് 25 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻ തന്നെയാണ് നിങ്ങൾക്ക് തരിക. എന്ന് പറഞ്ഞാൽ അത് കണക്ക് കൂട്ടിയാൽ 33 ലക്ഷം രൂപ വരും. അതായത് നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 7%. അത് നിങ്ങൾ പ്രീമിയം കാലാവധി, അതായത് നിങ്ങൾ പ്രീമിയം അടച്ച കാലവും പ്രീമിയം അടയ്ക്കാത്ത കാലവും, പ്രീമിയം അടയ്ക്കുന്നില്ല 18 വർഷം എങ്കിൽ പോലും ആ 18 വർഷവും നിങ്ങൾ നേരത്തെ അടച്ച പ്രീമിയത്തിൻ്റെ 7% വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് 33 ലക്ഷം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാലാവധി കഴിയുമ്പോൾ 10 ലക്ഷം കിട്ടി, പിന്നെ വേറൊരു 33 ലക്ഷം കിട്ടുന്നു, പിന്നെ നേരത്തെ നിങ്ങളൊരു 9 ലക്ഷം രൂപ പുട്ടടിച്ച് അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നു. ഇനി ഈ പോളിസിയിൽ ഓട്ടോ കവർ, അതായത് നിങ്ങൾ ഒരു 3 വർഷം പ്രീമിയം അടച്ചാൽ 6 മാസത്തേക്ക് നിങ്ങൾക്ക് പൈസ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കാരണം സ്ത്രീകളല്ലേ, സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരല്ലേ, പൈസ ഇല്ലെങ്കിലും വീട്ടിൽ ചിലവുകൾ ഒക്കെ നടത്തണമല്ലോ. അപ്പോൾ ചിലപ്പോഴൊക്കെ കയ്യിൽ പൈസ ഇല്ല എന്ന് വരും. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്ന ഒരു 6 മാസത്തേക്ക് പൈസ നിങ്ങൾ അടച്ചില്ലെങ്കിലും ആ സമയത്ത് ഒരു ക്ലെയിം വന്നാൽ, ഡെത്ത് വന്നാൽ, അപ്പോഴും ഈ പറയുന്ന രീതിയിൽ മുഴുവൻ ഇൻഷുറൻസ് തുകയും നിങ്ങൾക്ക്
നിങ്ങളുടെ നോമിനിക്ക് തിരികെ കൊടുക്കും. അവിടെയും 11 ലക്ഷം അല്ല, 11 ലക്ഷം ശരിക്കും അതിൻ്റെ താഴെ തലത്തിലുള്ള ഒരു സീലിംഗ് ആണ്. ആ സീലിങ്ങിനെ കുറിച്ചാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ 2-3 തരത്തിലുള്ള കാൽക്കുലേഷൻ ഉണ്ട്. അതിൽ മറ്റൊരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മൊത്തം അടച്ച പ്രീമിയത്തിൻ്റെ 105% ഡെത്ത് കവറേജ് ആയിട്ട് വരിക. അപ്പോൾ ഈ 105% എന്ന് പറയുന്നത് അടിസ്ഥാന ഇൻഷുറൻസ് തുകയുടെ 110%-നേക്കാൾ എത്രയോ വലുതാണ്. അപ്പോൾ ഇവിടെ ഏതാണ് വലുത് അതാണ് തിരിച്ചു തരിക. അതുകൊണ്ട് തന്നെ ഒരു ക്ലെയിം വന്നാൽ, ഡെത്ത് ക്ലെയിം വന്നാൽ 10 ലക്ഷത്തിന് പകരം അല്ലെങ്കിൽ 11 ലക്ഷത്തിന് പകരം 17 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കുക. ഇനി അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഗ്യാരണ്ടീഡ് അഡീഷനും, അടച്ച പ്രീമിയത്തിൻ്റെ 7% നിരക്കിൽ ഗ്യാരണ്ടീഡ് അഡീഷനും ഉണ്ടാകും. ഇനി ഈ ഗ്യാരണ്ടീഡ് അഡീഷൻ തന്നെ ചില സാഹചര്യങ്ങളിൽ 7% എന്നുള്ളത് 7.6% വരെയൊക്കെ വർദ്ധിക്കും. അതായത് നിങ്ങളൊരു വലിയ പോളിസി എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പോളിസിയുടെ മച്യൂരിറ്റി തുകയിൽ നിന്ന് പുതിയ പോളിസി എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പോളിസി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡെത്ത് ക്ലെയിമിൻ്റെ പോളിസിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്ലെയിം തുകയിൽ നിന്ന് ഈ പോളിസി എടുക്കുന്നു. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 7.6% വരെ ഈ ഗ്യാരണ്ടീഡ് അഡീഷൻ ഉണ്ടാകുന്നതാണ്. ഇനി ഈ ഇൻഷുറൻസിന് ഇതാണ് ഓട്ടോ കവർ. അപ്പോൾ ഇനി നിങ്ങൾ 5 വർഷം തുടർച്ചയായിട്ട് പ്രീമിയം അടച്ചു, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു 2 വർഷം പ്രീമിയം അടയ്ക്കാൻ കഴിഞ്ഞില്ല. കാരണം നിങ്ങളാണല്ലോ സാമ്പത്തിക കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഇല്ലാത്ത പൈസ നിന്നാണല്ലോ എല്ലാം നടത്തുന്നത്. ഇനി അങ്ങനെ വന്നാലും നിങ്ങൾക്ക് മുഴുവൻ ഇൻഷുറൻസ് തുകയും നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനിക്ക് ഡെത്ത് ക്ലെയിമായിട്ട് ലഭിക്കും, ഒരു ക്ലെയിം വന്നാൽ. അപ്പോൾ 3 വർഷം പ്രീമിയം അടച്ചാൽ 6 മാസം വരെ നിങ്ങൾക്ക് ഈ ഇളവ് നിങ്ങൾക്ക് തരുന്നു. 5 വർഷം പ്രീമിയം അടച്ചാൽ അത് 2 വർഷം വരെ ഈ ഇളവ് തരുന്നു. LICയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പോളിസിയും കൊടുക്കാത്ത ഏറ്റവും വലിയ ഇളവുകളാണ്. കാരണം നിലവിൽ ഈ ഇളവ് എന്ന് പറയുന്നത് വെറും 1 വർഷം മാത്രമാണ് 5 വർഷം പ്രീമിയം അടച്ച പോളിസികൾക്ക്. അപ്പോൾ ഇതാണ് ലക്ഷ്മി. അതായത് പൂച്ച എങ്ങനെ വീണാലും 4 കാലയിൽ വീഴും എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ ഈ പോളിസിയിൽ എന്ത് ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും അവിടെയൊക്കെ പണക്കിലുക്കം ഉണ്ടാവും, അവിടെയൊക്കെ പണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ലക്ഷ്മിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ താല്പര്യമുണ്ട്. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങോട്ട് വരാനായിട്ട്. ഇനി ലക്ഷ്മിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വിളിക്കുക. എൻ്റെ പേര് ജോസ് കാച്ചപ്പള്ളി. ഫോൺ നമ്പർ 9446666787 9074032280. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.